ഗുഡ് ഈവനിങ്. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51 വിജയകരമായ യാത്രയിലെ 28ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ അധ്യായവും വായനയുടെ മഹത്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുസ്തകത്താളുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് അറിയാനും വ്യത്യസ്ത കാലഘട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലാനും സാധിക്കുന്നു. വായന നമ്മുടെ അറിവിനെയും ഭാവനയെയും വിമർശനാത്മക ചിന്തയെയും വികസിപ്പിക്കുന്നു. സാഹിത്യത്തിന്റെ ആഴവും സങ്കീർണതയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വാക്കുകളുടെ മായാലോകം തീർക്കുന്ന ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പാളും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള സർവകലാശാല അധ്യാപക പഠന കലാലയം കുന്നം മാവേലിക്കര ഒരുക്കുന്ന സാഹിത്യോത്സവത്തിന്റെ 28ാം ദിനമാണിന്ന്. ബി.എഡ് വിദ്യാർത്ഥികൾ അവരുടെ സർഗാത്മകതയെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളർത്താൻ വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു ചെറിയ പരിപാടിയായിരുന്നു ഇത്. KFL കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് KFL സാഹിത്യോത്സവം 51 എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാരും എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. ഇന്ന് ഏറെ സന്തോഷവും ബഹുമാനവും ആനന്ദവും ആദരവും തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ശ്രീ KP രാമനുണ്ണി സാറാണ്. കട്ടായിപ്പോ നമ്മുടെ അധ്യാപക വിദ്യാർത്ഥികളിൽ കേൾക്കുന്നുണ്ടോ? എനിക്ക് എന്തോ ഒരു നെറ്റ്. കേൾക്കാം. ഓക്കെ. അധ്യാപക വിദ്യാർത്ഥികളിൽ വായനാശീലവും അതുപോലെ തന്നെ അവരുടെ ചിന്തകളെ നല്ല പ്രോപ്പറായിട്ടുള്ള വഴികളിൽ കൂടി കൊണ്ടുവരുവാനും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകരെ വാർത്തെടുക്കുന്ന ഈ പ്രക്രിയയെ നമ്മുടെ ബി.എഡ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന അധ്യാപക നിർമ്മിതിയാണ് നടക്കുന്നത്. ആ പ്രക്രിയയെ കൂടുതൽ കരുത്ത് പകരാൻ ഞങ്ങളുടെ ഈ സാഹിത്യോത്സവം എന്ന് പറയുന്ന KFL പരിപാടിക്ക് സാധിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ വിവിധ പ്രമുഖരായ സാഹിത്യകാരന്മാരെല്ലാം അവരുടെ ചിന്തകളൊക്കെ നമ്മുടെ കുട്ടികളോട് പങ്കുവെക്കുമ്പോൾ അവർക്കും സമൂഹത്തിൽ ഇടപെടേണ്ട സ്പേസ് ഏതാണെന്ന് അവരും കണ്ടുപിടിക്കുകയും അവരുടെ ചിന്തകൾ അതുവഴി പോവുകയും സമൂഹത്തിന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും തന്നെ ബോധ്യമാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേദി വളരെ അർത്ഥപൂർണമായതാണ്. നമ്മൾ 1 മണിക്കൂർ കൂടുന്നു എന്ന് പറയുന്നതിനേക്കാൾ 1 മണിക്കൂർ ഭയങ്കര ലേണിംഗ് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൺലൈൻ സാധ്യതകൾ ഉപയോഗിച്ച് എല്ലാവരെയും ആഗ്രഹിച്ചവരെ ഇഷ്ടമുള്ളവരെ ഒക്കെ നമ്മുടെ വേദിയിൽ എത്തിക്കാൻ സാധിക്കുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ഏറെ സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ഞാൻ താങ്കളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സാർ നമസ്കാരം. KP രാമനുണ്ണി, ഒരു പേര് നമ്മളിവിടെ ഒരു എക്സ്പ്ലനേഷനോ ഇൻട്രൊഡക്ഷനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മാഷ് തന്നെയാണ്. ഓരോ ചിന്തകളിലും വ്യത്യാസം വരുത്താനും എഴുത്തും കവിതകളും ചെറുകഥകളൊക്കെ വായിക്കുമ്പോൾ വായനക്കാരെ കൂടി ആ വഴിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നു. എല്ലാ കൈവച്ച മേഖലകളെല്ലാം അവാർഡുകളും ഒക്കെ ആയിട്ട് സാർ മുന്നേറുകയാണ്. വളരെ സന്തോഷം. ഞങ്ങളുടെ എല്ലാ ഇഷ്ടവും സ്നേഹവും അറിയിക്കുന്നു. കുന്നം ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി. താങ്ക് യു. ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. KFL സാഹിത്യോത്സവം 51 ഈ പുതിയ അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി മലയാള സാഹിത്യത്തിന്റെ ശ്രദ്ധേയനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ഏറെ പ്രിയപ്പെട്ട KP രാമനുണ്ണി അവറുകളാണ്. സൂഫി പറഞ്ഞ കഥ, ജീവിതത്തിന്റെ പുസ്തകം, ദൈവത്തിന്റെ പുസ്തകം, വിധാതാവിന്റെ ചിരി, ജാതി ചോദിക്കുക, പുരുഷവിലാസം, ഫോക്സോ, വേണ്ടപ്പെട്ടവന്റെ കുരിശ് തുടങ്ങിയ ശ്രദ്ധേയമായ കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്.
സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം, പത്മരാജൻ പുരസ്കാരം, കൈരളി TV പുരസ്കാരം, വയലാർ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. 1995 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 2017 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഇടശ്ശേരി അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയാണ് ഇദ്ദേഹം. ശ്രീ KP രാമനുണ്ണി സാറിനെ ഏറെ സ്നേഹാദരവോടെ KFL സാഹിത്യോത്സവം 51 ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. കേരള സർവകലാശാലയുടെ കീഴിലുള്ള കുന്നം അധ്യാപന പഠന കലാലയത്തിന്റെ ബഹുമാന്യയായ പ്രിൻസിപ്പൽ, അധ്യാപകർ, അധ്യാപകരാവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കളെ, കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് വളരെ വിജയപ്രദമായി ഓൺലൈനിൽ കൂടെ നടക്കുന്ന ഒരു സാഹിത്യ ഉത്സവമാണ്. കേരളത്തിലെ പ്രശസ്തരായ പല എഴുത്തുകാരും ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഒരു ഓൺലൈൻ സംഗമത്തിൽ ഇത്ര അധികം ആളുകൾ പങ്കെടുക്കുന്നത് അപൂർവമായിട്ടാണ്. സാധാരണ ഓൺലൈൻ വേദികളിൽ ഒരു 50 or 60 ഒക്കെ പാർട്ടിസിപ്പൻസ് ആണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ഞാനിപ്പോ എൻ്റെ സ്ക്രീനിൽ 114 വ്യക്തികൾ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തെളിയിക്കുന്നത് കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എത്ര ഗൗരവത്തോടു കൂടിയാണ് ശ്രോതാക്കൾ എടുക്കുന്നത്, കലാലയത്തിലെ വിദ്യാർത്ഥികൾ എടുക്കുന്നത് എന്ന വസ്തുതയാണ്. ഇങ്ങനെ വിപുലമായ രീതിയിൽ നല്ല പ്രചരണം കൊടുത്തുകൊണ്ട് ഒരു ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് നടത്തുന്നതിൻ്റെ പേരിൽ ഞാൻ കുന്നം അധ്യാപന പഠന കലാലയത്തിലെ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഈ പ്രസ്ഥാനം, ഈ സാഹിത്യോത്സവത്തിന്റെ പ്രസ്ഥാനം പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ഫെസ്റ്റിവലിന് എന്നെ ആദ്യം ക്ഷണിച്ചത് പ്രവീണാണ്, പിന്നെ ജോബ് ബന്ധപ്പെട്ടു. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്വഭാവം എന്നെല്ലാം ഞാൻ അന്വേഷിച്ച സമയത്ത് ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ളൊരു പ്രഭാഷണമാണ്, അതിനുശേഷം ശ്രോതാക്കളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ആണ് എന്നെല്ലാം ഞാൻ മനസ്സിലാക്കി. എന്തു വിഷയം വേണം? നിങ്ങളെല്ലാം തന്നെ അധ്യാപകരാവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതായത് ഒരു പ്യൂപ്പ വിരിഞ്ഞ് ചിത്രശലഭമാകുന്നൊരു പ്രക്രിയയിലാണ് നിങ്ങൾ. വിദ്യാർത്ഥികളിൽ നിന്ന് അധ്യാപകരായി വിരിഞ്ഞു പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയിലുള്ള വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ ഉത്തരവാദിത്വമുള്ളവരാണ്. ഒരു തലമുറയെ മുഴുവൻ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും വിഷയത്തെ പറ്റി, കാരണം പുതിയ തലമുറയെ, ഭാവി ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. സാഹിത്യത്തിൻ്റെ സാധാരണയുള്ള വ്യാവഹാരികമായ പരിധിയിൽ ഒതുങ്ങി നിൽക്കാതെ ശാസ്ത്രവും മറ്റു വിജ്ഞാന ശാഖകളുമെല്ലാം ഇടകലർന്നു വരുന്ന വളരെ നിർണായകമായ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാമെന്ന് ഞാൻ പറയുകയും നിങ്ങളുടെ സംഘാടകർ അത് സഹർഷം സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ അതിജീവനവും സാഹിത്യവും എന്ന വിഷയത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിജീവനം നമുക്കറിയാം, ഇന്ന് മനുഷ്യവംശം കടന്നു പോകുന്ന ഒരു നിർണായകമായ ചരിത്ര സന്ധിയിലൂടെയാണ്.
നിർണായകമായ ചരിത്ര സന്ധി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നിർണായകമായ നരവംശാസ്ത്ര സന്ധി എന്നാണ് പറയാനുള്ളത്. കാരണം ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത ചില സംഭവവികാസങ്ങൾ, മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനെ തന്നെ വെല്ലുവിളിക്കുന്ന ചില സംഭവവികാസങ്ങൾ ഇന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇതിന്റെ മുമ്പേ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ലോകമഹായുദ്ധങ്ങൾ, പ്രളയങ്ങൾ, വരൾച്ചകൾ, സാമ്പത്തിക മാന്ദ്യങ്ങൾ മുതലായിട്ടുള്ള ദുരിതങ്ങൾ മനുഷ്യരാശി നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നാം നേരിടാൻ പോകുന്നു എന്ന് ആശങ്കപ്പെടുന്ന അപകടം നമ്മുടെ മനുഷ്യകുലത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന് സംശയിക്കത്തക്കതാണ്. മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, മഹാമാരികൾ കൊണ്ടുള്ള ഭീഷണി, മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ നശിപ്പിക്കുന്ന ചില മഹാമാരികൾ ഉദയം ചെയ്യുമോ എന്നുള്ള ഭയം ശാസ്ത്രജ്ഞന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നാം ഒക്കെ മറന്നു കിടക്കുകയാണ്. കോവിഡിന്റെ കഥ നമുക്കറിയാം. ലോകത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു വിച്ഛേദമുണ്ടാക്കിയതാണ് കോവിഡിന് മുമ്പും ശേഷവും. ലോകത്ത് മറ്റൊരു പ്രതിഭാസങ്ങളും, ഞാൻ പറഞ്ഞ മാതിരി ലോകമഹായുദ്ധങ്ങളാകട്ടെ, പ്രളയങ്ങളാകട്ടെ, വരൾച്ചകളാകട്ടെ, സാമ്പത്തിക മാന്ദ്യമാകട്ടെ, ലോകത്തെ ഒട്ടുക്ക് പിടിച്ചു കുലുക്കിയിട്ടില്ല കോവിഡ് പോലെ. കാരണം ഒരു ഭാഗത്ത് ലോകമഹായുദ്ധം നടക്കുമ്പോൾ അതൊന്നും അറിയാതെ നമ്മുടെ ചില ഗ്രാമങ്ങളിൽ, ഓണം കേറാ മൂലകളിൽ ആളുകൾ ജീവിച്ചു വന്നിരുന്നു. പക്ഷെ ലോകത്ത് ഒരു സ്ഥലത്തും ഒരു രാജ്യത്തിലും ആരും തന്നെ കോവിഡിനെ അറിയാതെ ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു മഹാമാരിയായിരുന്നു. തൽക്കാലം അത് ശമിച്ചെങ്കിലും വീണ്ടും ഇങ്ങനെയുള്ള അപകടകരമായ വൈറസുകൾ മനുഷ്യരാശിയെ കീഴ്പ്പെടുത്തി കളയുമോ എന്ന ഫലം ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം, ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയിട്ടുള്ള ഭീതികൾ. ഇപ്പോഴത്തെ മഴയൊന്നും ഒരു സാധാരണ മഴയല്ല. അതിതീവ്ര മഴ, ഭയങ്കരമായ കൊടുങ്കാറ്റ്, ഇങ്ങനെയെല്ലാം കാലാവസ്ഥയുടെ സ്വഭാവം തന്നെ മാറിക്കഴിഞ്ഞു. ശാസ്ത്രജ്ഞന്മാര് പറയുന്ന ആഗോള താപനത്തിന്റെ നിരക്ക് 1.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു 19 കൊല്ലം കൊണ്ട് ഭൂമിയിലെ 1/3 മുങ്ങിപ്പോവുകയും മനുഷ്യന്റെ അതിജീവനം തന്നെ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും ചെയ്യുമെന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ മാതിരി കുറച്ച് പ്രായമെല്ലാം കഴിഞ്ഞവർക്ക്, എന്നെ പോലെയൊക്കെ മധ്യവയസ്സെല്ലാം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മെല്ലെ അങ്ങ് ജീവിച്ചു പോവാം. പക്ഷേ നിങ്ങൾ പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നവരാണ്, അവരെ പഠിപ്പിക്കുന്നവരാണ്. അവരുടെ സുസ്ഥിതി എന്താണ് എന്ന കാര്യത്തെ പറ്റിയെല്ലാം നാം ആകുലപ്പെടേണ്ട ഒരു അവസ്ഥാവിശേഷമുണ്ട്. അപ്പോ ഈ കാലാവസ്ഥാ വ്യതിയാനം, മഹാമാരികൾ, ഇങ്ങനെ 2 പ്രതിഭാസങ്ങളാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം, ഇതും സാഹിത്യവും തമ്മിൽ എന്താ ബന്ധം? ഈ അതിജീവനത്തിനുള്ള ഭീഷണിയെ നമുക്ക് ശാസ്ത്രത്തിൽ കൂടെയും സാങ്കേതിക വിദ്യയിൽ കൂടെയും വൈദ്യശാസ്ത്രത്തിൽ കൂടെയല്ലേ നേരിടാൻ പറ്റുള്ളൂ. സാഹിത്യമായിട്ട് എന്താ ബന്ധം തോന്നാം, പക്ഷേ സാഹിത്യമായിട്ടും ബന്ധമുണ്ട്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയെല്ലാം പ്രവർത്തനക്ഷമമാകണമെങ്കിൽ, അതെല്ലാം മനുഷ്യന്റെ പുരോഗതിക്ക്, നന്മയ്ക്ക്, അതിജീവനത്തിന് ഉപകരിക്കണമെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും ഐക്യവും കെട്ടിപ്പടുക്കണം. സാഹിത്യം പ്രവർത്തിക്കുന്ന അതിനാണ്. മനുഷ്യ ഹൃദയങ്ങളെ സംയോജിപ്പിക്കുന്നതാണ് സാഹിത്യം. സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? സഹിതമായിരിക്കുക എന്നാണ്, ഒന്നിച്ചു നിൽക്കുക എന്നാണ്. മനുഷ്യ ഹൃദയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന മർത്യഭാഷയുടെ ഉന്നതവും ഉദാത്തവുമായ രൂപമാണ് സാഹിത്യം. അപ്പോ നമുക്ക് ഈ അതിജീവന ഭീഷണി നേരിടുന്ന സമയത്ത് മനുഷ്യവംശം ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഐക്യം സംജാതമാക്കാനാണ് സാഹിത്യവും കലയുമെല്ലാം വേണ്ടത്. അല്ലെങ്കിൽ സയൻസും ടെക്നോളജിയും കൂടെ ഉണ്ടായതുകൊണ്ട് മനുഷ്യവംശത്തിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുകയില്ല. തമ്മിൽ അടിച്ച് ഐക്യമില്ലാതെ നിൽക്കുകയാണെങ്കിൽ
നമ്മൾ നടത്തിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടും ശാസ്ത്രീയമായ തിരിച്ചറിവുകൾ കൊണ്ടും ഒരു ഗുണവുമില്ലാതെ വരും. കണ്ടില്ലേ, കോവിഡ് മഹാമാരി ഒന്ന് പിൻവലിച്ചപ്പോഴേക്ക് തന്നെ മനുഷ്യന്റെ അവസ്ഥ അറിഞ്ഞു. ഉക്രൈനിലെ യുദ്ധം തുടങ്ങി, ഇപ്പോഴാ ഇസ്രയേൽ പാലസ്തീൻ ജനതയെ കൊല്ലാക്കൊല ചെയ്യുന്നു. അപ്പൊ മനുഷ്യവംശം ഐക്യത്തോടുകൂടി നിന്നാലേ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റുള്ളൂ എന്ന അവസ്ഥയിലടക്കം മനുഷ്യൻ തമ്മിലടിക്കുകയാണ്. മനുഷ്യന്റെ ഇടയിൽ വിഭാഗീയതകളും ശത്രുതകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപരവിദ്വേഷം വളർന്നു വരികയാണ്. നോക്കൂ, മറ്റ് ജീവജാലങ്ങളടക്കം, ജന്മനാ വൈരികളായിട്ടുള്ള ജീവജാലങ്ങളടക്കം അപകട സമയത്ത് ഒന്നിച്ച് നമുക്ക് കാണാൻ പറ്റും. ചില പ്രളയ സമയത്ത് ഉള്ളൊരു ചിത്രം ഞാൻ ഇപ്പോഴും കൗതുകത്തോടു കൂടി ഓർക്കുകയാണ്. പ്രളയം നാടിനെ മുഴുവൻ മുങ്ങിപ്പിച്ചപ്പോ ആ വെള്ളത്തിൽ കൂടെ ഒരു കമ്പ് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് നമ്മളെ കാണുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു നീർക്കോലിയും തവളയും ഒന്നിച്ചിരിക്കുക. കാരണം വെള്ളത്തിൽ മുങ്ങി രണ്ടും ചത്തുപോകുന്നുള്ള അവസ്ഥയില് ജന്മനാ വൈരികളായിട്ടുള്ള ഈ ജീവികളോടുകൂടി ഐക്യത്തോടുകൂടി ഒന്നിച്ച് പൊത്തിപ്പിടിച്ച് ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന കാഴ്ച വളരെ കൗതുകകരമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു തിരിച്ചറിവെങ്കിലും ഇത്രയുള്ള ബുദ്ധിയുള്ള, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ കാണിക്കണം. അവനിൽ സഹജീവനത്തിന്റെ ഐക്യത്തിൻ്റെതായ സന്ദേശം വളർത്താനാണ് സാഹിത്യം ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ, മനുഷ്യൻ നേരിടുന്ന ഈ നിലനിൽപ്പിന് നേരിടുന്ന അപകടങ്ങളെ പറ്റി വ്യക്തമായ തിരിച്ചറിവുണ്ടാകണം. അതിനെ അതിജീവിക്കാൻ എങ്ങനെ മനുഷ്യന്മാരെ സംയോജിപ്പിക്കണം, വാക്കിൽ കൂടെ, ഭാഷയിൽ കൂടെ, സാഹിത്യത്തിൽ കൂടെ എങ്ങനെ ഐക്യം വളർത്തിയെടുക്കണം എന്ന് ചിന്തിക്കണം. ഇങ്ങനെയുള്ളൊരു വിശാലമായിട്ടുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സരസ്വതി സമ്മാനം കിട്ടിയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ സരസ്വതി സമ്മാനം, ഈ വർഷത്തെ സരസ്വതി സമ്മാനം നമുക്കറിയാം നമ്മുടെ പ്രിയ കവിയായിട്ടുള്ള പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയത്. ഇതിന്റെ മുമ്പേ ഉള്ള കഴിഞ്ഞ വർഷത്തെ സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ള ശിവശങ്കരി പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. നിറ്റ് ഇന്ത്യ ത്രൂ ലിറ്ററേച്ചർ എന്നാണ്. ഇന്ത്യയെ സാഹിത്യത്തിൽ കൂടെ പരസ്പരം തുന്നിച്ചേർക്കുക, ഐക്യപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നിപ്പോ നിറ്റ് ഇന്ത്യ ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പകരം നിറ്റ് ദി വേൾഡ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയാവുന്നതാണ്. വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിലുള്ള മാത്സര്യം കുറച്ച്, ശത്രുത കുറച്ച്, ലോകരാഷ്ട്രങ്ങളെയും ലോക ജനതയെയും ഒന്നിച്ചു നിർത്തേണ്ട നിർണായകമായ ചരിത്ര സന്ധിയിലാണ് നാം എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നാം ഈ ഭീഷണികളെ നമ്മളൊന്ന് വിശകലനം ചെയ്തു നോക്കാം. ഒന്നാമതായിട്ട് മഹാമാരി തന്നെ, കോവിഡിന്റെ. ഇപ്പൊ നമ്മളെല്ലാം മറന്നു കിടക്കുകയാണെങ്കിലും കോവിഡ് വലിയൊരു മുന്നറിയിപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. മനുഷ്യ സംസ്കാരം ഇങ്ങനെ ഈ ദിശയിൽ തെറ്റായ വികസനത്തോടുകൂടി മറ്റ് ജീവജാലങ്ങളെയെല്ലാം ഉപദ്രവിച്ച് കൊല്ലാക്കൊല ചെയ്തു മുന്നോട്ട് പോയാൽ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന ഒരു സന്ദേശമാണ് കോവിഡ് നമുക്ക് നൽകിയിട്ടത്. പല തിരിച്ചറിവുകളും നമുക്ക് നൽകിയിട്ടുണ്ട് കോവിഡ്. അതില് പ്രധാനപ്പെട്ട തിരിച്ചറിവ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ സ്വത്തല്ല, സ്വകാര്യ സ്വത്തല്ല ഈ പ്രകൃതി. മനുഷ്യന്റെ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ സൗഖ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനെ അപകടപ്പെടുത്തിയാൽ അത് തിരിച്ച് മനുഷ്യന്റെ നിലനിൽപ്പിനെയും ബാധിക്കും എന്നിട്ടുള്ള വലിയൊരു വെളിച്ചമാണ് കോവിഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു പറഞ്ഞല്ലോ, പീഡയൊരു ഉറുമ്പിനും വരുത്തരുത്. പീഡ ഒരു ഉറുമ്പിനുണ്ടാക്കിയാൽ കൂടി വിവരമറിയും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ മറ്റ് ജീവജാലങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക എന്നത് കേവലമായിട്ടുള്ളൊരു കാരുണ്യത്തിന്റെ പ്രശ്നമല്ല, മനുഷ്യന്റെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന പ്രശ്നവും കൂടിയാണ്. കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള തിരിച്ചറിവുകൾ നാം മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കും. പല തിരിച്ചറിവുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടുണ്ടായ തിരിച്ചറിവിനെ വളരെ സമഗ്രമായിട്ട് സംക്ഷേപിച്ചിട്ടുള്ള ഒരു കവിത, മലയാള കവിതയല്ല, ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദേശ കവി എഴുതിയിട്ടുള്ള കവിതയുടെ മലയാള പരിഭാഷ ഞാൻ വായിക്കാം.
കോവിഡ് നൽകിയിട്ടുള്ള പ്രധാന തിരിച്ചറിവ് നമുക്ക് മനസ്സിലാകും. നാം ഒരു ലോകത്തിൽ ഉറങ്ങി മറ്റൊരു ലോകത്തിൽ ഉണർന്നു. പെട്ടെന്ന് സിഡ്നി നഗരം ഐന്ദ്രജാലികമല്ലാതായി, പാരീസ് കാൽപ്പനികമല്ലാതായി, ന്യൂയോർക്കിന് പിടിച്ചു നിൽക്കാൻ വയ്യെന്നായി, ചൈനയിലെ വൻമതിൽ മഹാദുർഗമല്ലെന്നായി, മെക്ക പോലും വിജനമായി. ആശ്ലേഷങ്ങളും ചുംബനങ്ങളും ഇതാ പെട്ടെന്ന് ആയുധങ്ങളായി മാറുന്നു. അച്ഛനമ്മമാരുടെയും സുഹൃത്തുക്കളുടെയും വിരുന്നുവരവ് സ്നേഹപ്രകടനമല്ലാതാകുന്നു. സമ്പത്തിനും സൗന്ദര്യത്തിനും അധികാരത്തിനും വിലയില്ലാതാകുന്നു. അവയ്ക്കൊന്നും ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായ പ്രാണവായു നൽകാൻ കഴിയില്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഭൂമി അപ്പോഴും ജീവിക്കുന്നു, മനോഹരിയായി തുടരുന്നു. മനുഷ്യരെ അവൾ കൂടുകളിൽ അടയ്ക്കുന്നു എന്ന് മാത്രം. അവൾ ഒരു സന്ദേശം കൈമാറുകയാണ്: നിങ്ങൾ അനിവാര്യരല്ല. നിങ്ങളില്ലാതെയും ഭൂമിയും ജലവും ആകാശവും നിലനിൽക്കും. തിരിച്ചു വരുമ്പോൾ ഓർക്കുക, നിങ്ങൾ എൻ്റെ അതിഥികളാണ്, യജമാനന്മാരല്ല. എത്ര അർത്ഥവത്തായ കവിതയാണ്! കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം ഇതാണ്. നിങ്ങൾ ഈ പ്രകൃതിയുടെ യജമാനന്മാരല്ല, വെറും അതിഥികളാണ്. അതിൻ്റെ മര്യാദ നിങ്ങൾ പുലർത്തണം. കോവിഡിന്റെ സമയത്ത് പ്രകൃതി നമ്മളെല്ലാം കൂടുകളിൽ അടച്ചല്ലോ. ലോകം മുഴുവൻ ലോക്ക്ഡൗണിൽ പെട്ട സമയത്ത് നാം കണ്ടു, നിരത്തുകളിൽ കൂടെ കുരങ്ങന്മാർ തുള്ളിച്ചാടി രസിച്ച് നടക്കുന്നു, മയിലുകൾ പീരി വിളർത്തി നൃത്തം ചെയ്യുന്നു. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവുകയാണ്, ഇതുവരെയെല്ലാം അവറ്റയുടെ ജീവിതം നമ്മൾ ശ്വാസം മുട്ടിക്കുകയായിരുന്നു എന്നുള്ളത്. പിന്നെ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ വൈറസുകളെല്ലാം ഉണ്ടാകുന്നത് മറ്റ് ജീവജാലങ്ങളുടെ പരിതോവസ്ഥകളെ സമ്മർദ്ദത്തിലാക്കുമ്പോഴാണ്. വവ്വാലിലൊക്കെ അടങ്ങി ഒതുങ്ങി ഇരുന്നിരുന്ന വൈറസുകളാണ് അവറ്റെ സമ്മർദ്ദപ്പെടുത്തുന്ന സമയത്ത് അക്രമോത്സുകരായിട്ട് വരികയും മൃഗങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് പകരുകയും നമ്മളെ അപകടത്തിൽപ്പെടുത്തുകയും ചെയ്തു. ഭാഗ്യത്തിന് കോവിഡ് ലോകം മുഴുവൻ വളരെ വേഗം പടർന്നു പന്തലിക്കുന്ന ഒരു രോഗമാണെങ്കിലും അതിന്റെ ഫെറ്റാലിറ്റി റേറ്റ്, ആളുകളെ കൊല്ലുന്ന ശതമാനം കുറവായിരുന്നു. എന്നാൽ മറ്റു പല വൈറസ് സൂക്കേടുകളും ഉണ്ട്. കോവിഡിന്റെ പോലെ പകർച്ചാ നിരക്കും പേപ്പട്ടി വിഷത്തിന്റെ സ്വഭാവം എന്താ? അതും വൈറസിന്റെ സൂക്കട. അതാണെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാല് രോഗലക്ഷണം തുടങ്ങിയ 100% മരണനിരക്ക്, ഒരുത്തനും രക്ഷപ്പെടില്ല. ഇപ്പൊ കോവിഡിന്റെ പകർച്ച നിരക്കും പേപ്പട്ടി വിഷത്തിന്റെ പിന്നെ ഫെറ്റാലിറ്റി റേറ്റും, ആളെ കൊല്ലാനുള്ള ശേഷി കൂടി ചേർന്നിട്ട് ഒരു വൈറസ് ഉണ്ടാവുകയാണെങ്കിലോ അതോടുകൂടി നമ്മൾ അന്ത്യമായി മനുഷ്യരാശി. അപ്പൊ ഈ വലിയ തിരിച്ചറിവുകളാണ്, ശാസ്ത്രീയമായ തിരിച്ചറിവാണ്. എന്തിനു വേണം? അപ്പൊ നമുക്ക് ഇതിനനുസരിച്ചിട്ടുള്ള വാക്സിനുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതിനൊക്കെ വലിയ ശ്രമങ്ങൾ നടന്നു. നമ്മൾ വളരെ വേഗത്തിൽ വാക്സിൻ കണ്ടെത്തി. പുതിയ തരത്തിലുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗിൽ കൂടെ വാക്സിന്റെ വഴികളൊക്കെ കണ്ടെത്തി. അപ്പോഴും നമുക്ക് നമ്മുടെ മനുഷ്യന്റെ ചീത്തത്തരങ്ങള്, സ്വാർത്ഥത, ലാഭമോഹം മുതലായതെല്ലാം നല്ല നിലയ്ക്കുള്ള ഗവേഷണങ്ങളെ പിന്നെ തടസ്സപ്പെടുത്തുകയായിരുന്നു. നമ്മുടെ മുതലാളിത്തത്തിന്റെ ശക്തികള് അവർക്ക് ഈ ഗതികെട്ട അവസ്ഥയിലും കൂടി ലാഭം ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എത്ര പോപ്പരാണ്! ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലെല്ലാം തന്നെ എല്ലാ ലിബറൽ ജനാധിപത്യം എത്ര വൈകൃതമുള്ളതാ നമ്മൾ മനസ്സിലാക്കി. രാഷ്ട്രീയമായ വലിയ തിരിച്ചറിവാണ് കോവിഡ് തന്നത്. കാരണം ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്ര നേതാക്കന്മാരും കോവിഡ് വന്ന സമയത്ത് ആ അവസ്ഥയെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ലിബറൽ ഡെമോക്രസി പലപ്പോഴും അർത്ഥശൂന്യമാണ് എന്നൊരു പാഠം കോവിഡ് നമ്മളെ പഠിപ്പിച്ചു. ഞാൻ പലപ്പോഴും കോവിഡിന്റെ വൈറസ് ഉണ്ടല്ലോ, കൊറോണ, അതിനെ ദൈവത്തിന്റെ അണുവായിട്ടാണ് ഞാൻ കാണാറ്. ദൈവം നമ്മളെ പഠിപ്പിച്ചേക്കാട്ടിലും വലിയ പാഠങ്ങളാണ് കോവിഡ് നമുക്ക് പകർന്നത്. രാഷ്ട്രീയമായിട്ടുള്ള പാഠം ഇതാ, സാമ്പത്തികമായ പാഠം. ഇന്നത്തെ മുതലാളിത്ത വ്യവസ്ഥിതി എത്ര വൃത്തികെട്ടതാണ്!
ശവന്തീനി മുതലാളിത്തം എന്നാണ് അന്ന് വലിയ ബുദ്ധിജീവികള് മുതലാളിത്തത്തെ പറ്റി പറഞ്ഞിരുന്നത്. കാരണം എന്താ വെച്ചാൽ ആരോഗ്യ മേഖലയൊക്കെ ലാഭം ഉണ്ടാക്കാനുള്ള വ്യവസായമായി മാറിയോണ്ട് അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിലടക്കം നോക്കൂ, കോവിഡ് വന്ന സമയത്ത് ആകെ നിശ്ചലമായി, ആൾക്കാരൊക്കെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. കുറേം കൂടിയും സാമൂഹ്യ ബോധത്തോടുകൂടി പൊതുമേഖലയിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിലെ രാജ്യങ്ങളെ രക്ഷപ്പെട്ടുള്ളൂ. കേരളമൊക്കെ കുറേം കൂടി, ന്യൂയോർക്കിലൊക്കെ ഉള്ള പല മലയാളികളും ഉണ്ടല്ലോ, ഒന്ന് കേരളത്തിൽ എത്തി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ഭയങ്കര അരക്ഷിതാവസ്ഥയായിരുന്നു അവിടെ. ഇവിടെയാണെങ്കിൽ കേരളം കൂടുതൽ സുരക്ഷിതായത് എന്താ? ഇവിടെ അങ്ങനെ ഒരു പൊതു ആരോഗ്യ പരിപാലന മേഖല ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ട് വെറും ലാഭനിഷ്ഠമായിട്ടുള്ള മുതലാളിത്ത വ്യവസ്ഥിതി മനുഷ്യന്റെ അതിജീവനത്തെ പോലും അപകടപ്പെടുത്തുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായി. അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായ തിരിച്ചറിവുണ്ടായി. ഈ വലതുപക്ഷ ചിന്തകളുണ്ടല്ലോ, ജോർജ് ബുഷൊക്കെ പറഞ്ഞ മാതിരി, മാർഗരറ്റ് താച്ചറൊക്കെ പറഞ്ഞ മാതിരി, സമൂഹത്തിന് യാതൊരു പ്രാധാന്യവുമില്ല, ഇൻഡിവിജ്വലിസമേ ഉള്ളൂ, വ്യക്തികളേ ഉള്ളൂ, സമൂഹമില്ല എന്ന നിലയ്ക്കുള്ള വലതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ തെറ്റാണ്. ഇങ്ങനെ വല്ല അപകടം ഉണ്ടാവുമ്പോൾ വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സമൂഹത്തിന്റെ കെട്ടുറപ്പവും ഐക്യവുമാണ് നമ്മെ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് തിരിച്ചറിവുണ്ടാക്കി. പാരിസ്ഥിതികമായ തിരിച്ചറിവുകൾ നമ്മൾ ഉണ്ടാക്കി. അതായത് നമ്മൾ ഈ പ്രകൃതി എത്ര നശിപ്പിക്കുന്നു, നമ്മുടെ തെറ്റായ വികസനയം കൊണ്ട് എത്ര നശിപ്പിക്കുന്നു എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ആത്മീയമായ തിരിച്ചറിവുകൾ ഉണ്ടായി. മനുഷ്യന് അവന്റെ വികസനവും പുരോഗതിയും ഇനി ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ പോയാൽ പോരാ, നമുക്ക് മനുഷ്യന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ പുരോഗതി ആയിരിക്കണം, മാനസികമായ പുരോഗതി. കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ, കേൾക്കാം. പ്രോബ്ലം ഒന്നുമില്ലോ ലൈനില്? ഇല്ലില്ല, കുഴപ്പമില്ല സാർ. അപ്പൊ ഇങ്ങനെയുള്ള ആത്മീയമായ ഒരു ലൈഫ് ഓഫ് ആക്ഷൻ വരെ മനുഷ്യന് ഇനി ഭൗതികമായിട്ടുള്ള വികസനത്തിൽ കൂടെയുള്ള പുരോഗതിയല്ല, ആത്മീയമായ പുരോഗതി, മാനസികമായ പുരോഗതി, ബുദ്ധിപരമായ പുരോഗതിയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് എന്ന തിരിച്ചറിവുകൾ ഉണ്ടായി. ഇനിയിപ്പോ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യൻ ഈ നിലയ്ക്കുള്ള വലിയ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും വിമാനയാത്ര നടത്തുകയും ഭൂലോകത്തുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും കൽക്കരിയൊക്കെ കത്തിച്ചിട്ട് സുഖലോപുലുകമായിട്ട് ജീവിക്കുകയും ചെയ്ത അധികാരമൊന്നും മനുഷ്യവംശം ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഐക്യത്തോടുകൂടി മറ്റൊരു ജീവിത ശൈലി തന്നെ മനുഷ്യൻ തുടരേണ്ടതുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള അപകടങ്ങളെ നമ്മൾ ശാസ്ത്രവും ടെക്നോളജിയും വെച്ച് നേരിടേണ്ടതുണ്ട്. ഇതൊക്കെ ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഈ ആശയങ്ങളെ പ്രവേശിപ്പിക്കണം. അതിനാണ് സാഹിത്യത്തിന്റെ പ്രാധാന്യമുള്ളത്. സാഹിത്യം മനുഷ്യന്റെ ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റുന്നത്. അതാണ് ക്ലാസിക്കലായിട്ടുള്ള കൃതികളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളൊരു പുതിയ മനുഷ്യനാവുകയാണ്. ഇന്ന് മനുഷ്യന്മാർ പുതിയ മനുഷ്യന്മാരായിട്ട് നമ്മുടെ ചിന്താരീതികൾ മാറ്റേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ഇടുങ്ങിയ സ്വാർത്ഥതകൾ മാറ്റേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ആർത്തി മാറ്റേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ജീവിത ശൈലി പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇന്നിപ്പോ സന്തോഷവും ആനന്ദമൊക്കെ ഉണ്ടാവണമെങ്കിൽ വലിയ മാളിൽ പോവുക, കുറെ പൈസ ചെലവാക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുക, മദ്യം ഉപയോഗിക്കുക എന്ന രീതിയിൽ നിന്ന് മാറി മാനസികമായിട്ട് കലയിൽ കൂടിയും സാഹിത്യത്തിൽ കൂടിയും സ്നേഹത്തിൽ കൂടിയും ആനന്ദം കണ്ടെത്താനുള്ള ബദൽ മാർഗങ്ങൾ മനുഷ്യൻ തേടേണ്ടതായിട്ടുണ്ട്. കാരണം ഈ രീതിയിലുള്ള വികസനം, നാഗരികതയുടെ വികസനം മനുഷ്യനെ ആഗോള താപനം കൊണ്ട് മുക്കിക്കൊല്ലുക മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ അവസ്ഥയിലാണുള്ളത്. അപ്പൊ ശാസ്ത്രം ഇതിനെ മറ്റു നിലയ്ക്ക് നേരിടുന്നത് വരെ തന്നെ നാം നമ്മുടെ ജീവിത വീക്ഷണത്തെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇതിനാണ് സാഹിത്യം അതിജീവനത്തിൽ സഹായിക്കുന്ന ഘടകമായി വരുന്നത്. അപ്പോ സാഹിത്യത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ലോകം നേരിടുന്ന രണ്ട്
മഹാദുരന്തങ്ങളിലേക്കുള്ള പാതകൾ നാം മനസ്സിലാക്കി. അതോടൊപ്പം മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന 2 ദുരന്തങ്ങൾ, അപകടങ്ങൾ ഭൂലോകത്തുള്ളത് എന്താ വെച്ചാൽ മനുഷ്യന്മാർ തമ്മിലുള്ള അസമത്വമാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഭൂലോകത്ത് മുഴുവൻ വർദ്ധിച്ചു വരികയാണ്. വാൾസ്ട്രീറ്റിലുള്ള സമരക്കാര് പറഞ്ഞത്, ഞങ്ങൾ 95%, നിങ്ങൾ വെറും 5%. ഈ 5%ത്തിന്റെ കയ്യിലാണ് ഭൂലോകത്തുള്ള സമ്പത്തിന്റെ 90% ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ ദരിദ്രരും വിഷമിപ്പിക്കുന്നവരുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അസമത്വം. അതോടൊപ്പം തന്നെ അപരവിദ്വേഷം, മറ്റൊരു മതക്കാരനെ വിദ്വേഷം, ജാതിക്കാരനെ വിദ്വേഷം, വംശക്കാരനെ വിദ്വേഷം, ഇങ്ങനെ വർഗീയതയും വംശീയതയും വളർന്നുകൊണ്ടിരിക്കുന്ന കാലം. മനുഷ്യൻ ഐക്യത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള അകൽച്ചകളാ മനുഷ്യന്മാർ. ഒന്ന് സാമ്പത്തികമായ അസമത്വത്തിന്റെ പേരിലുള്ള അകൽച്ച, പിന്നെ വർഗീയവും വംശീയവുമായിട്ടുള്ള അകൽച്ച. അപരനെ നമ്മൾ സ്നേഹത്തോടു കൂടിയല്ല, അപരനെ എല്ലാം ശത്രുവായിട്ട് കാണുന്ന ഒരവസ്ഥയാണ്. ഇതിനെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. മറ്റുള്ളവരിനോട്, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായതിനോട് മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകേണ്ട വികാരം കൗതുകവും സ്നേഹവും ആകർഷണവുമാണ്. അതാണല്ലോ സ്ത്രീ പുരുഷനിൽ ആകർഷണനാകുന്നത്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശരീരശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ അവരെ പരസ്പരം ആകർഷിപ്പിക്കുക ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ വ്യത്യസ്ത മതക്കാരും സംസ്കാരക്കാരും ഒക്കെ തമ്മിൽ ശത്രുതയോടുകൂടി പെരുമാറുകയാണ്. അപ്പോൾ ഇവരെ തമ്മിൽ യോജിപ്പിക്കണമെങ്കിൽ അപരപരിഗണനയും അപരസ്നേഹവും വളർത്തിയെടുക്കാനുള്ള മാനസികാവസ്ഥ വേണം. സാഹിത്യം എന്ന് പറഞ്ഞാൽ അപരോന്മുഖമാണ്. അപരനോട് സ്നേഹവും കാരുണ്യവും വളർത്തിയെടുക്കുന്ന കലാരൂപമാണ് സാഹിത്യം. അപരന്റെ ഹൃദയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ സുവർണ കവാടമാണ് സാഹിത്യം. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഈ വികാരമാണ് സത്യത്തിൽ സാഹിത്യം ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് അവൻ ഇവൻ എന്നറിയുന്നതെല്ലാം ഒന്നാണ്, ഞാനും നീയും ആത്യന്തികമായി ഒന്നാണ് എന്നൊരു ബോധമാണ് സാഹിത്യം ജനിപ്പിക്കുന്നത്. പരക്ലേശ വിവേകമുണ്ടാക്കുന്നതാണ് സാഹിത്യം. അപരനിൽ നമ്മെ തന്നെ കണ്ടെത്തുന്നതാണ്. മറ്റുള്ളവനും ഞാനും തമ്മിലുള്ള തന്മയീഭവിക്കലാണ് സത്യത്തിൽ സാഹിത്യത്തിൽ നടക്കുന്നത്. അതാണ് ഒരു സാഹിത്യകൃതി വായിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ കഥാപാത്രങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അവരുടെ വേദനകളും വിഷമങ്ങളും നമ്മൾ നമ്മളുടേതായി അനുഭവിക്കുന്നു. അതാണ് എങ്ങു മനുഷ്യന് കൈകളിൽ ചങ്ങല, അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്. എങ്ങോ മർദ്ദനം, അവിടെ പ്രഹരം, വീഴുവതെന്റെ പുറത്താകുന്നു എന്ന് NV കൃഷ്ണമാര് പറഞ്ഞത്. എവിടെ മനുഷ്യന് ചങ്ങലയുണ്ട് കൈകളിൽ? അതൊരു ആഫ്രിക്കയിലെ കാപ്പിയുടെ കയ്യിൽ ചങ്ങല വീണ് അവന് വേദനിക്കുമ്പോൾ ആ വേദന എനിക്ക് അനുഭവമായി മാറണം. ഇതാണ് സാഹിത്യം നമ്മളിൽ വളർത്തിയെടുക്കുന്ന സിദ്ധി. അങ്ങനെ ഞാനും നീയും ഒന്നാണ് എന്ന് തോന്നുമ്പോഴാണ് നമ്മളുടെ സുഖത്തിനുള്ളത് മറ്റവന്റെ സുഖത്തിനായി വരണം. ഇതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അപരപ്രിയ ഹേതുത്വം എന്ന്. മറ്റുള്ളവന് പ്രിയമായത് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് വർഗീയവും വംശീയവുമായിട്ടുള്ള വിദ്വേഷങ്ങളെല്ലാം മാറി നമ്മളിൽ നിന്ന് വ്യത്യസ്തരായവരെ നമുക്ക് സ്നേഹിക്കാനുള്ള മനോഭാവം ഉണ്ടാകും. ഈ മനോഭാവം വളർത്തിയെടുത്താൽ മാത്രമേ ഈ ശാസ്ത്രം കൊണ്ടും ടെക്നോളജിയും കൊണ്ടും നമുക്ക് ഈ ദുരന്തങ്ങളെ നേരിടാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സമയത്ത് നോക്കൂ, ഇപ്പം ചെയ്യുന്ന എന്താ? കാലാവസ്ഥ വ്യതിയാനത്തിനും ഭൂമിയുടെ താപനത്തിനൊക്കെ ഏറ്റവും ആക്കം കൂട്ടുന്ന ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധത്തിലാണ് ഏറ്റവും വലിയ അന്തരീക്ഷ മലിനീകരണവും കാർബണിന്റെ ഉദ്ഗമനവും ഉണ്ടാകുന്നത്. കണ്ടില്ലേ യുക്രൈനിൽ നടക്കുന്ന യുദ്ധം? ഭൂലോകം മുടിഞ്ഞു പോവുകയാണ് എന്നും കൂടി ആലോചിക്കാതെയാണ് മറ്റൊരു രാജ്യക്കാരനോടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ ഈ ലോകത്തെ മാനവരാശിയെ തന്നെ അപകടത്തിലാക്കുന്നത്. ഇസ്രയേൽ ഇപ്പൊ പാലസ്തീൻ ജനതയെ കൊല്ലാക്കൊല ചെയ്യുന്നു.
അപ്പോ മനുഷ്യൻ ഐക്യത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് അതിന് വിരുദ്ധമായ യുദ്ധത്തിൽ ഏർപ്പെടുന്നു, വിഭാഗീയതകളും ശത്രുതകളും വളർത്തുന്നു. ഈ മാനസികാവസ്ഥ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നതിന്റെ ഉത്തരം നോക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാരോട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, കാരുണ്യത്തോടു കൂടി പെരുമാറണം എന്നൊക്കെ വാചകടിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോ കുട്ടികളിലിപ്പോ ഈ വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള വലിയ പഠനമുണ്ട്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? മാഷന്മാരാൻ പോകുന്ന വിദ്യാർത്ഥികളാണല്ലോ. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കുട്ടികളിൽ മൂല്യങ്ങൾ ഇല്ലാതെയാവുന്നത്? അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിലടക്കം 15 വയസ്സായ കുട്ടി തോക്കെടുത്തിട്ട് 20 സഹപാഠികളെ വെടിവെച്ചു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേൾക്കാം. എന്തിന്റെ കുറവുണ്ടായിട്ട് അവർ ചെയ്യുന്നത്? അവർക്ക് സഹജീവിയുടെ വേദനയും വിഷമങ്ങളൊക്കെ മനസ്സിലാവാനുള്ള സിദ്ധിയില്ലാതെയാകുന്നു, കഴിവില്ലാതെയാവുന്നു. അവർ മനുഷ്യന്മാർക്ക് പകരം ചെകുത്താന്മാരായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതിന് അവരോട് നിങ്ങൾ സ്നേഹിച്ചോളി, നിങ്ങൾ കാരുണ്യത്തോട് പെരുമാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്നേഹവും കാരുണ്യവും ഉണ്ടാകണമെങ്കിൽ ഞാനും നീയും എൻ്റെ സഹപാഠിയും അപരനും ഒക്കെ എൻ്റെ ഒരു ഭാഗമാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം എല്ലാം ഈ പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളാണ്. ഞാൻ ഉണ്ടാകണമെങ്കിൽ, ഞാൻ നിലനിൽക്കണമെങ്കിൽ നീ വേണം, നീ ഇല്ലാതെ എനിക്ക് നിലനിൽപ്പില്ല. ഒന്ന് ആലോചിച്ചു, കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഒരു നിമിഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര ആൾക്കാരെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. ഞാൻ ഈ ഷർട്ട് ഇടുന്നു, ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഈ മൈക്കിന്റെ അല്ലെങ്കിൽ ഫോണിന്റെ മുമ്പിൽ സംസാരിക്കുന്നു, ഇതൊന്നും എൻ്റെ സ്വന്തം കഴിവുണ്ടല്ല. കുറെ അപരന്മാരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഈ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നതും എൻ്റെ ശ്വാസം കഴിക്കാനും കൂടി എനിക്ക് ഇടമുണ്ടാകുന്നത് നമ്മുടെ സഹജീവികളുടെ പ്രയത്നം കൊണ്ട് കൂടിയാണ്. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുകയില്ല, അപരനില്ലാതെ എനിക്കും നിലനിൽപ്പില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നത് അവനവനെ സ്നേഹിക്കുന്നതിൻ്റെ മറ്റൊരു പര്യായമാണ്. ഇതാണ് സാഹിത്യത്തിൽ കൂടെ നാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, കലയിൽ കൂടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് കലയില്ലാത്തിടത്ത് കലാപമുണ്ടാകും എന്ന് പറയുന്നത്. കലയാണ്, സാഹിത്യമാണ് മനുഷ്യരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത്. ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികം ഐക്യത്തോടുകൂടി ഒരുമയോടുകൂടി നിൽക്കേണ്ട സമയത്ത് സാഹിത്യത്തിനും കലയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. ഇന്നിപ്പോ സിലബസിലൊക്കെ നമ്മളുടെ ലോകത്തിന്റെ വെറും ഭൗതിക നിഷ്ഠമായിട്ടുള്ള വികസന പദ്ധതികളുടെ ഭാഗമായിട്ട് സാഹിത്യത്തിനും കലയ്ക്കും മാനവിക വിഷയങ്ങൾക്കുള്ള പ്രാധാന്യം സിലബസ് എന്നൊക്കെ കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം, സയൻസും ടെക്നോളജിയും മാത്രം ഉണ്ടായിട്ട് മനുഷ്യന്മാർ രക്ഷപ്പെടാൻ പോകുന്നില്ല. സയൻസും ടെക്നോളജിയൊക്കെ വേണം, അതോടൊപ്പം സാഹിത്യവും കലയും ഒക്കെ ഉണ്ടായാലേ മനുഷ്യന്റെ മനുഷ്യത്വം ഉണ്ടാകൂ. മനുഷ്യത്വമില്ലാതെ എന്ത് വിവരം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇന്നിപ്പോ ഏറ്റവും വലിയ കൊള്ളക്കാരും ബാങ്ക് കവർച്ചക്കാരും ഒക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാ. അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് ആള് നന്നാകുന്നില്ല. വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് മനുഷ്യത്വം ഇല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഇടയ്ക്ക് ദോഷം ഉണ്ടാവുക. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. അതായത് എൻട്രൻസ് എഴുതാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയും ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങാൻ കഴിവുള്ള ഏതെങ്കിലും പറ്റുന്ന ഏതെങ്കിലും ജോലികളിൽ കയറി പറ്റാനുള്ള വിവരങ്ങൾ തലയിലേറ്റി വെച്ചും കൊടുക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കാലാണെന്ന്. ശരിക്കും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. അതുണ്ട്, വിവരങ്ങൾ വേണം, ജോലി കിട്ടണം, സയൻസും ടെക്നോളജിയൊക്കെ പഠിക്കണം. പക്ഷെ അതിൻ്റെ മുമ്പ് ആദ്യമായി വേണ്ടത് എന്താ? വിദ്യാഭ്യാസം എന്താണ്, അതിൻ്റെ മൗലികമായ ലക്ഷ്യം എന്താണെന്നറിയണം. വിദ്യാഭ്യാസത്തിന്റെ മൗലികമായ ലക്ഷ്യം നല്ലൊരു വ്യക്തിയെയും നല്ലൊരു പൗരനെയും നല്ലൊരു മനുഷ്യനെയും വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ തത്വപ്രകാരവും ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഭരണഘടന
വിഭാവനം ചെയ്ത മൂല്യങ്ങളെ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നതാണ്. RT ആക്ട് 2009 പറയുന്നത് എന്താ? നിങ്ങൾ വായിച്ചു പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നതിനൊപ്പം ഭരണഘടനയുടെ മൂല്യങ്ങളെ പറ്റി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. എന്താ ഭരണഘടനയുടെ മൂല്യം? ഇന്ത്യയിലെ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, മതേതര രാഷ്ട്രമാണ്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. ഇതിന് അനുസൃതമായ ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും സമത്വവാദത്തിന്റെയും മൂല്യങ്ങൾ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള പൗരന്മാരെ ഉൽപ്പാദിപ്പിക്കല വിദ്യാഭ്യാസ ലക്ഷ്യം. എന്താണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്വം? ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം, കാരുണ്യം എന്നൊക്കെ പറയേണ്ട വേറൊരു വേർഷനാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വം എന്താ? കൺസേൺ ഫോർ ദി അതർ, മറ്റുള്ളവരോടുള്ള പരിഗണനയാണ്. ഇതിനാണ് നമ്മൾ സ്നേഹം, ദയ, കാരുണ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇതെല്ലാം വളരണമെങ്കിൽ സാഹിത്യവും കലയും എല്ലാം വേണം. ഇതാണ് മനുഷ്യന്റെ അതിജീവനത്തിന് തന്നെ മനുഷ്യത്വത്തെ വളർത്തിയെടുക്കുന്ന മനുഷ്യ നിർമ്മാണ പ്രക്രിയയായിട്ടുള്ള സാഹിത്യ കലയുടെ മാനവിക വിഷയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഞാൻ അതിജീവനവും സാഹിത്യവും എന്ന വിഷയത്തെ ഇന്ന് എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്ന അധ്യാപകരാണ്. പുതിയ തലമുറയെ വളർത്താൻ സ്വയം പ്രാപ്തി നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പൊ അവർക്ക് ഒരു നല്ല ശോഭനമായ ഭാവി ഉണ്ടാകണമെങ്കിൽ ആദ്യം മനുഷ്യവംശം ഇവിടെ നിലനിൽക്കണം. ഇത് മനസ്സിലാക്കിയിട്ടാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഗ്രേറ്റ തുൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൗമാരക്കാരിയാണ് ഐക്യരാഷ്ട്രസഭയുടെ മുറ്റത്ത് പോയിട്ട് ചോദിച്ചു, ലോകരാഷ്ട്ര നേതാക്കന്മാരോട് ചോദിച്ചു, എന്ത് തോന്നിവാസമാണ് നിങ്ങൾ ചെയ്യുന്നത്? ഈ ഭൂലോകത്തെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ച് ആഗോള താപനം വർദ്ധിപ്പിച്ച് ലോകത്തെ നശിപ്പിക്കാനാണെങ്കിൽ, ഞങ്ങളുടെ തലമുറയെ കൊല്ല ചെയ്യാനാണെങ്കിൽ എന്തിനാ നിങ്ങൾ ഞങ്ങളെ ജനിപ്പിച്ചത്? എന്തിനാ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന ചോദ്യം ആ കുട്ടി ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോ പുതിയ കുട്ടികളാണ് എന്നത് ചോദിക്കുന്നത്. കാരണം അവരാണ് ജീവിക്കേണ്ടത്. ഇപ്പൊ ഇതെല്ലാം കലാശക്കോട്ടാക്കിയിട്ട് ഇവിടെ എല്ലാം അടിച്ചു പൊളിച്ച് നശിപ്പിച്ചു വരും തലമുറേനെ നരകത്തിലേക്ക് ഇട്ടുകൊണ്ട് പോവാനുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇന്ന് പലപ്പോഴും ലോകരാഷ്ട്ര നേതാക്കന്മാർ പോകുന്നത്. അവരുടെ മുന്നിലാണ് ഗ്രേറ്റ തുൻബർഗ് നിർണായകമായ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഗ്രേറ്റ മുന്നോട്ട് വെച്ച ആശയം, ഇതൊക്കെ നമ്മൾ എവിടേക്കെങ്കിലും ന്യൂസ് വായിച്ചിട്ട് കാര്യമില്ല, സാഹിത്യത്തിൽ കൂടെ വരുന്ന സമയത്താണ് ഇത് മനുഷ്യ ഹൃദയങ്ങളിൽ പടരുകയുള്ളൂ. അടുത്ത കാലത്ത് ഞാൻ ഒരു കഥ എഴുതി, എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണേ എന്ന് പറഞ്ഞിട്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കഥയാണത്. അതിൽ ഗ്രേറ്റ തുൻബർഗിനെ നമ്മളെ നാട്ടിലൊരു പെൺകുട്ടി കബനിക്ക് കാണണം എന്ന് തോന്നുകയും ആ കുട്ടി പനിച്ചു കിടക്കുമ്പോൾ അയ്യോ എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണം എന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റ തുൻബർഗ് കേരളത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു ഭാവനയുടെ ലോക ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ വിഷയമാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ അതിജീവനത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം സാഹിത്യത്തിൽ കൂടി ആവിഷ്കരിച്ചിട്ട് മനുഷ്യ മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കുക, പ്രതിരോധമുണ്ടാക്കുക, ഐക്യമുണ്ടാക്കുക, സഹകരണമുണ്ടാക്കുക എന്നതാണ് നമുക്ക് ഇന്ന് എഴുത്തിൽ കൂടെയും വായനയിൽ കൂടെയും ചെയ്യാനുള്ളത്. അങ്ങനെ ഈ മനുഷ്യരാശി മുടിഞ്ഞു പോവുകയില്ല, നമ്മുടെ രാജ്യവും മുടിയുകയില്ല, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന ഒരു പ്രതിജ്ഞ എടുക്കാനാകട്ടെ ഈ ചർച്ചാവേദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലഘുപ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നു. അതിജീവനവും സാഹിത്യവും എന്ന വിഷയത്തിൽ KP രാമനുണ്ണി സാർ വളരെ നല്ലൊരു സെക്ഷനാണ് നമുക്ക് വേണ്ടി നയിച്ചത്. അടുത്തതായി സാറിനോട് ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള സമയമായി. അതിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഹലോ സാർ.
നമസ്കാരം മാഷെ, എൻ്റെ പേര് ജോബ് എന്നാണ്. ആ മാഷെ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇപ്പൊ മാഷി പറഞ്ഞതുപോലെ സാഹിത്യകൃതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഇപ്പൊ 1789 ഈ സഹോദര്യം അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നത്. പക്ഷെ അന്ന് ലോകം മുഴുവൻ ആ ഒരു വാക്കിന് പ്രസക്തി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നത് തർക്ക വിഷയമാണ്. പക്ഷെ തർക്കമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് 1862 വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നതിനകത്ത് ജീൻ വാൾജീനും വൈദികനുമായിട്ട് പറയുന്ന സമയത്ത് ഇവൻ എന്റെ സഹോദരനാണെന്ന് പറയുന്ന ആ ഒരു വാക്കിൽ ലോകം മുഴുവൻ ആ സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് സ്വീകരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ സാഹിത്യത്തിന് അത്തരത്തില് ലോകത്തിലുള്ള എല്ലാവരെയും സ്വാധീനിക്കാനുള്ള ഒരു കഴിവുണ്ട് അങ്ങ് ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന, ഇപ്പൊ യുദ്ധങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ, പുസ്തകങ്ങളിലൂടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് ബദലായിട്ട് ഭരണകൂടങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു പുസ്തകങ്ങൾ ഇറക്കി വിടാറുണ്ട്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള വായനകളിൽ വായനക്കാരുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ലേ? അപ്പൊ അത് മാഷിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, ഇത് എല്ലാ കാലത്തും ഇങ്ങനെ പ്രതിലോമകരമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാഹിത്യത്തെ ദുരുപയോഗപ്പെടുത്തിയ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ഹിറ്റ്ലർക്ക് സപ്പോർട്ടായിട്ട് എഴുതിയ ആൾക്കാരുണ്ട്, എഴുത്തുകാർ, പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ തന്നെയുണ്ട്. പക്ഷേ അതൊരു വശത്ത് നടക്കും. നേരത്തെ പറഞ്ഞ പോലെ ഫ്രറ്റേണിറ്റി എന്ന ഒരു ആശയം ഒരു സാഹിത്യകൃതിയിൽ നിന്ന് ഉദ്ഗമിച്ചു വന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു എന്ന് പറഞ്ഞല്ലോ. ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, സോദരത്വേന വാഴുന്ന ആ സോദരത്വേന എന്നുള്ളതാണ്. ഈ സഹോദര തുല്യം ആവുക എന്ന് പറഞ്ഞതിൽ വലിയ മൗലികമായ തത്വചിന്താപരമായിട്ടുള്ള അർത്ഥമാനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും കൂട്ടിയോജിപ്പിക്കാൻ പലപ്പോഴും പ്രയാസം വരും. മനുഷ്യന് സ്വാതന്ത്ര്യം, ഫ്രഞ്ച് വിപ്ലവ സമയത്തൊക്കെ സ്വാതന്ത്ര്യം വേണം, സമത്വവും വേണം. സമത്വം അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യം കുറയും. എന്നാൽ സ്വാതന്ത്ര്യം മുഴുവൻ കൊടുക്കുന്ന സമയത്തോ ഇടയ്ക്ക് കൂടുതൽ ശേഷിയും കഴിവുള്ളവര് മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ടുള്ള അസമത്വവും ഉണ്ടാകും. ഇത് രണ്ടും കൂടി യോജിപ്പിക്കണമെങ്കിലാണ് സോദരത്വേനെ, സഹോദര ഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ സ്വാതന്ത്ര്യമുള്ള കഴിവുള്ളവനും തന്നേക്കാൾ കഴിവില്ലാത്തവനോട് നീ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഒരു ഭാഗമാണ് എന്ന തോന്നൽ ഉണ്ടാവുമ്പോഴാണ് ഈ രണ്ട് വിരുദ്ധ ആശയങ്ങളും പ്രയോഗത്തിൽ നമുക്ക് ഒന്നാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സോദരത്തേന ഉള്ള ഒരാശയം പ്രദാനം ചെയ്യുന്ന കൂടിയാണ് സാഹിത്യം. അപ്പോ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. കാരണം പരക്ലേശ വിവേകം ഉണ്ടാക്കുന്ന സാഹിത്യത്തിൽ സംഭവിക്കുന്നത് എന്താ, അപരനെ തൻ്റെ ആത്മാവിലേക്ക് എടുക്കുകയാണ്, തൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. തൻ്റെ സഹോദരനല്ല, തൻ്റെ ഇരട്ട ജീവിയായിട്ട് തോന്നുന്ന സമയത്ത് നമുക്ക് പിന്നെ അവനായിട്ടുള്ള വൈരുദ്ധ്യങ്ങളില്ല, സ്നേഹമാണ് ഉണ്ടാവുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ആശയം പ്രചരിപ്പിക്കുന്ന സാഹിത്യം തീർച്ചയായിട്ടും എല്ലാ നല്ല സാഹിത്യകൃതികളും യുദ്ധത്തിനെതിരായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇന്നത്തെ ഭരണകൂടം അതിനെതിരായിട്ടുള്ള പ്രതിലോമകരമായിട്ടുള്ള ആശയങ്ങൾ ഉൽപാദനത്തിന് കൂലിപ്പണിക്കാരെ വെക്കും. ഇന്നുള്ള ഏറ്റവും സാഹിത്യം നേരിടുന്ന വലിയ വെല്ലുവിളി അതിനെ ഈ മാർക്കറ്റ് ശക്തികൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. സാഹിത്യം പലപ്പോഴും ഉണ്ടാകേണ്ടത് വ്യക്തിയുടെ സമൂഹത്തിന്റെ സ്വയം ആവിഷ്കരിക്കാനുള്ള തൃഷ്ണയിൽ നിന്നുണ്ടാകേണ്ടതാണ്. അതിനു പകരം മാർക്കറ്റിന്റെ ആവശ്യത്തിനനുസരിച്ച്, അധികാര ശക്തികളുടെ ആവശ്യത്തിനനുസരിച്ച് സാഹിത്യം പടച്ചുവിടാനുള്ള ചില ശക്തികളുടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത്. ആ സമയത്തും നമുക്ക് നല്ല സാഹിത്യത്തിൽ കൂടെ ഈ വിഭാഗീയതകൾക്കെതിരെ, യുദ്ധത്തിനെതിരെ, ഹിംസക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുക തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ സംസാരിക്കൽ മാത്രമല്ല, വെറുതെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യം സാഹിത്യത്തിൽ കൂടെ പറയുമ്പോഴാണ് മനസ്സിലാവുക. നമുക്ക് ഷഹസാദയുടെ കഥ അറിയാം. സാഹിത്യത്തിന്റെ പ്രയോജനം എന്താന്ന് വിളിച്ചു പറയുന്ന കഥയാണ് 1001 രാവുകളിലെ ഷഹസാദിന്റെ കഥ. എന്തും പറഞ്ഞാൽ മനസ്സിലാവാത്ത മുട്ടാളനായിട്ടുള്ള കരിങ്കല്ല് പോലെ ഹൃദയമുള്ള ഒരു സുൽത്താന്റെ ഹൃദയത്തെ കൂടി മാറ്റിമറിക്കാൻ സാഹിത്യത്തിന് കഴിയും, അവനെ അരിവുള്ളവനാക്കാൻ സാഹിത്യത്തിന് കഴിയുമെന്നതിന്റെ പ്രയോജനത്തെയാണ് ഷഹസാദയുടെ കഥ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ ഒരു
വഴി സാധ്യത നാം ഉപയോഗപ്പെടുത്തണം. കാരണം ഇത് മനുഷ്യരാശിയുടെ അവസാനത്തെ ബസ്സാണ്. ഇത് പോയി കഴിഞ്ഞാൽ ഈ മനോഹരമായ സുന്ദരികളും സുന്ദരന്മാരും അടങ്ങുന്ന ഈ വംശം തന്നെ അറ്റുപോകും. അതിനെതിരായി നാം രണ്ടും കൽപ്പിച്ച് പ്രതിരോധിക്കേണ്ട സന്ദർഭമാണിത്. ഒരുപാട് നന്ദി മാഷെ. ശരി. ഹലോ സർ. ഉം. നമസ്കാരം സർ. എൻ്റെ പേര് പാർവതി. അപ്പൊ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളത് അങ്ങയുടെ ജീവിതത്തിന്റെ പുസ്തകം എന്നുള്ള കൃതിയെ പറ്റിയിട്ടായിരുന്നേ. അതിലും ഇതേപോലെ കേന്ദ്ര കഥാപാത്രം തിരിച്ച് നഗരത്തിലേക്ക് ചെന്നിട്ടും അതിയൊന്നൂരിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോഴും അദ്ദേഹം സ്വന്തം ആ സ്വത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടിട്ട് അവിടെയും ഒരു വ്യക്തി സ്വയം ഒരു അതിജീവനത്തിന്റെ കഥ കൂടിയല്ലേ അങ്ങ് വായനക്കാരിലേക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്? അത്തരം ഒരു സന്ദേശമല്ലേ അങ്ങ് സാഹിത്യത്തിലും പങ്കുവച്ച? അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പാർവതി വായിച്ചിട്ടുണ്ടോ ജീവിതത്തിന്റെ പുസ്തകം? അത് വായിച്ചിട്ടുണ്ട് സാർ. അതുകൊണ്ടാണ്. ജീവിതത്തിന്റെ പുസ്തകത്തിലും സത്യത്തിൽ എന്താ ഈ മനുഷ്യന്റെ ഇന്നത്തെ ഈ യന്ത്രവൽകൃതമായിട്ടുള്ള നാഗരികത ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പൊ നമ്മൾ ഈ പരിസ്ഥിതി നാശമൊക്കെ ഉണ്ടാക്കി മനുഷ്യനെ അപകടത്തിലെത്തുന്നത്. ആർത്തിയുടെയും അധികാരത്തിന്റെയുമായിട്ടുള്ള ഒരു നാഗരിക സംസ്കാരം, അതിനെതിരായിട്ടുള്ള ഒരു ബദൽ ജീവിതമാണ് ജീവിതത്തിന്റെ പുസ്തകത്തിൽ ആവിഷ്കരിക്കുന്നത്. നഗരത്തിൽ വലിയ ബാങ്ക് ഓഫീസറായിരുന്ന ആള്, ഗൈനക്കോളജിസ്റ്റിന്റെ ഭർത്താവായിരുന്ന ആള് ഒരു ആംനീഷ്യ സംഭവിച്ചിട്ട് ഒരു ആക്സിഡന്റില് മറവി ഉണ്ടായിട്ട് അതിയന്നൂർ കടപ്പുറത്ത് പോയി ജീവിക്കുകയാണ്. പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ അയാൾ മനസ്സിലാക്കുന്ന ഇതുവരെ താൻ ജീവിച്ച നാഗരികമായ ജീവിതം എന്തൊരു ദുസ്സഹമായിരുന്നു. നാട്യവും അധികാരവും പെടാപ്പാടുകളുമുള്ള ഈ ജീവിതം ശരിയായ ജീവിതമെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അയാൾ വീണ്ടും കടപ്പുറത്ത് വരികയാണ്. അപ്പോ ആ നോവൽ തന്നെ മനുഷ്യന്റെ സുസ്ഥിതിയോടുകൂടി സന്തോഷത്തോടുകൂടിയുള്ള അതിജീവനം എങ്ങനെ സാധിക്കും, അതിനെതിരായിട്ടാണ് ഇന്നത്തെ പുതിയ ആധുനിക സംസ്കാരം പ്രവർത്തിക്കുന്നത് എന്നൊരു ആശയമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇന്നിപ്പോ ഈ പരിസ്ഥിതി നാശവും മഹാരോഗങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആധുനിക നാഗരിക സംസ്കൃതിക്കെതിരായിട്ട് ജീവിതത്തിന്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു മനുഷ്യന് സുസ്ഥിതി ഉണ്ടാക്കുന്ന ഒരു സംസ്കാരത്തിലേക്കല്ല പോകുന്നത്. 2011 മറ്റോ ആണ് അതിന് വേലാർ അവാർഡ് കിട്ടി. കുറെ കാലമായിട്ടുള്ള എഴുതിയ പുസ്തകമാണ്. അപ്പൊ അന്ന് തന്നെ ഞാൻ മാത്രമല്ല പല എഴുത്തുകാരും മനുഷ്യ സംസ്കാരത്തിന്റെ ഈ മുന്നോട്ടുള്ള പോക്ക് ഒരു നല്ല വഴിക്കല്ല എന്ന ഒരു തിരിച്ചറിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ്. വേറെ എങ്ങനെ നമുക്ക് സന്തോഷത്തോടുകൂടിയും ആനന്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പരസ്പര വിശ്വാസത്തോടുകൂടിയും അതിജീവിക്കാം എന്നതിൻ്റെ ഒരു ബദൽ സാധ്യതയാണ് ജീവിതത്തിന്റെ പുസ്തകത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത്. വളരെ സന്തോഷം സാർ. താങ്ക് യു. ഹലോ സാർ. ആ, സാർ എൻ്റെ പേര് ഗീതു. എനിക്ക് അങ്ങയോട് പേരെന്താണ്? ഗീതു. ആ, എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, അങ്ങയുടെ കോവിഡ് കാലത്ത് പുറത്തിറങ്ങിയ പുസ്തകം ശരീരദൂരം എന്ന് പറയുന്ന ആ ബുക്ക്, അതിന് അത്തരത്തിലൊരു പേര്, അതായത് നമ്മൾ ഈ കോവിഡ് സമയത്ത് ഒരുപാട് കേട്ടതാണല്ലോ സാമൂഹിക അകലം പാലിക്കുക, അല്ലെങ്കിൽ ശാരീരിക അകലം എന്നൊക്കെ വാക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ശരീര ദൂരം എന്ന് പറഞ്ഞ ഇത്രയും കൗതുകം ഉണർത്തുന്ന ഒരു പേരിലേക്ക് അങ്ങ് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അത് പിന്നെ ഈ സാമൂഹിക അകലം എന്നൊക്കെ പറഞ്ഞ ആ വാക്ക് തന്നെ ഒരു തെറ്റായ വാക്കാണ്. കാരണം സാമൂഹികമായിട്ടുള്ള വ്യത്യാസം, ശ്രേണി വ്യത്യാസത്തിന്റെ അകലം എന്ന ഒരു തെറ്റായ ഒരു അർത്ഥധ്വനി അതിൻ്റെ അകത്ത് വരും. ശാരീരിക അകലം എന്നുള്ളതിനെക്കാട്ടിലും ശരീര ദൂരം എന്നൊരു വാക്ക്, അതാണ് ശരീരങ്ങൾ തമ്മിൽ ദൂരം ഉണ്ടാകാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ. ശരീരങ്ങൾ, മനുഷ്യ ശരീരങ്ങൾ തമ്മിൽ അടുത്തിരിക്കുക വേണ്ടത്, ദൂരം ഇല്ലാതിരിക്കുക വേണ്ടത്. മനുഷ്യന്മാരുടെ മനസ്സും ശരീരവും ഒക്കെ അടുത്തിരിക്കുക വേണ്ടത്. കാരണം മനുഷ്യൻ സമൂഹ ജീവിയാണ്. പക്ഷെ കോവിഡ് മനുഷ്യനെ എന്താക്കി? നിങ്ങൾ ഏതായാലും മനസ്സുകൊണ്ട് അകന്നിരിക്കുന്നവരല്ലേ, എന്നാൽ ശരീരം കൊണ്ടുകൂടി അകന്നിരുന്നോളി എന്ന് പഠിപ്പിക്കുന്ന മാതിരിയാണ് കോവിഡ് നമ്മളെ
ശരീര ദൂരം പാലിക്കാൻ നിർബന്ധിച്ചത് എന്നർത്ഥം. അപ്പോ അങ്ങനെയുള്ള ആശയങ്ങളിൽ കൂടെയാണ് നമുക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അടുത്തിരിക്കുന്ന ദൂരമില്ലാതിരിക്കുന്നവനെ അകറ്റിയ പ്രതിഭാസത്തെ ശരീര ദൂരം നിർബന്ധിക്കപ്പെട്ട മനുഷ്യൻ എന്ന നിലയ്ക്കാണ് ഞാൻ ആ വാക്ക് കോയിൻ ചെയ്തെടുത്തത്. പിന്നെ കോവിഡിനെ ആസ്പദമാക്കിയിട്ടുള്ള കഥകളാണ്. ഇപ്പൊ മലയാളത്തിൽ കോവിഡിനെ ആസ്പദമാക്കിയിട്ട് ഏറ്റവും അധികം കഥ എഴുതിയ ആള് ഞാനാണെന്ന് പലരും നിരൂപകർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡിനെ ആസ്പദമാക്കിയ കഥ ശരീരദൂരമായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ പി രാജഗോപാലനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഈ കോവിഡിനെ വല്ലാത്തൊരു മാനസികമായ ക്ഷോഭത്തിലെത്തിച്ചു. കാരണം മനുഷ്യരാശി വലിയൊരു ചരിത്ര സന്ധിയിൽ കൂടെ കടന്നു പോവുകയാണ് എന്ന ഈ ഒരു അവസ്ഥ ഒരു രണ്ടാം ലോക മഹായുദ്ധ സമയത്തൊക്കെ എഴുത്തുകാർ അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക സംഘർഷം ഞാൻ ശരിക്കും കോവിഡ് സമയത്ത് അനുഭവിച്ചു എന്നുള്ള അതിൽ നിന്നാണ് കോവിഡിനെ ആസ്പദമാക്കി പല കഥകളും മാലാക, ശരീരദൂരം, പിന്നെ വധക്രമം, പിന്നെ ശ്വാസം മുട്ട്, വൈറസ് ഇല്ലാത്ത വിത്ത്, ഇങ്ങനെ 4-5 കഥകൾ ഞാൻ കോവിഡിന്റെ പല വശങ്ങളും മാനസിക ഭാവത്തെയും ആസ്പദമാക്കി ഞാൻ എഴുതിയിട്ടുണ്ട്. താങ്ക് യു സർ. വെൽക്കം. ഹലോ സാർ. ഹലോ സാർ, എൻ്റെ പേര് ലക്ഷ്മി. ലക്ഷ്മി. സാർ, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാറിന്റെ ദൈവത്തിന്റെ പുസ്തകങ്ങൾ എന്ന കൃതി സമൂഹത്തിൽ പല വ്യത്യസ്ത തരത്തിലുള്ള നിരൂപണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒന്നാണ്. അപ്പം പുസ്തകം പ്രകാശനം ചെയ്തതിനു ശേഷം താങ്കൾക്കുണ്ടായ അനുഭവങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? ദൈവത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്തിട്ട് പൊതുവെ അത് വളരെയധികം സ്വീകരിക്കപ്പെടുക ചെയ്തിട്ടുള്ളത്. കാരണം അത് മതമൈത്രിക്ക്, സാമുദായികമായ ഐക്യത്തിനൊക്കെ ആഹ്വാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതിലുപരിയായിട്ട് മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള ഇതുവരെയുള്ള പ്രയാണത്തെ മുഴുവൻ വിചാരണ ചെയ്യുന്ന, എങ്ങനെ ഈ ലോകത്തെ, ഭൂമിയെ ശുദ്ധീകരിച്ചെടുക്കാം, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കി, മനുഷ്യന്റെ മാലിന്യങ്ങളും മനസ്സിന്റെ മാലിന്യങ്ങളിൽ നിന്നും എങ്ങനെ മുക്തമാക്കി പിന്നെ ശുദ്ധീകരിച്ചെടുക്കാം എന്നതിൻ്റെ ഒരു സാധ്യത ആരായൽ കൂടിയാണ് ദൈവത്തിന്റെ പുസ്തകത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് വന്ന സമയത്ത് അതില് ശ്രീകൃഷ്ണൻ ഒരു പ്രധാന കഥാപാത്രമാണ്, മുഹമ്മദ് നബി ഒരു പ്രധാന കഥാപാത്രമാണ്. മുഹമ്മദ് നബിയുടെ ജീവിതം പൂർണ്ണമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള നോവലുകൾ ലോകത്ത് തന്നെ കുറവാണ്. പിന്നെ പലതും പൂർണ്ണമായി ആവിഷ്കരിച്ച നോവലുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റി 2017 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. മുസ്ലിം സമുദായമൊക്കെ പൂർണ്ണമായിട്ട് അതിനെ പിന്തുണയ്ക്കുക ചെയ്തു. പക്ഷേ ചില വർഗീയവാദികൾക്കൊക്കെ ഉള്ളിൽ ഇതിനോട് ഒരു അനിഷ്ടമുണ്ടായിരുന്നു. കാരണം ശ്രീകൃഷ്ണനെയും മുഹമ്മദ് നബീനെയും യേശുക്രിസ്തുവിനെയൊക്കെ സഹോദര തുല്യരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ശ്രീകൃഷ്ണനെ മുഹമ്മദ് നബി ഇക്ക എന്നാണ് വിളിക്കുന്നത്, ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക്. ശ്രീകൃഷ്ണൻ മുഹമ്മദ് നബീനെ മുത്ത് എന്നാണ്, അനിയനെ വിളിക്കുന്ന പോലെ സ്നേഹത്തോടു കൂടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വ്യത്യസ്ത മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ കുറച്ച് അസ്വസ്ഥതപ്പെടുത്തി. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ചില മുറുമുറുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പ്രിയപ്പെട്ട ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും വിശ്വാസി എന്നൊരു ലേഖനം എഴുതിയ സമയത്ത് ഈ വിദ്വേഷം കൂടി ഉള്ളിൽ വെച്ചിട്ടായിരിക്കാം ഒരു ഊമക്കത്തൊക്കെ എനിക്ക് കിട്ടി. നിങ്ങള് ഹിന്ദു മതത്തെയും ഇസ്ലാമിനെയും ഒരേ നുകത്ത് കെട്ടാൻ ശ്രമിക്കുകയാണ്, നിങ്ങളെ കാലടിച്ചൊടിക്കും, നിങ്ങളെ ശരിയാക്കി കളയുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഭീഷണിക്കത്ത് മുഖാന്തരം എനിക്ക് ഒരു 2 മാസത്തെ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില ഛിദ്ര ശക്തികൾ പലപ്പോഴും നമ്മൾ കൂട്ടിയോജിക്കലിനും ഐക്യത്തിനും വേണ്ടി പറയുമ്പോൾ അതിനെതിരായി നിൽക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ചില എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പല കാര്യങ്ങളിലും അങ്ങനത്തെ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ സമുദായ മൈത്രിക്ക് വേണ്ടി, മതമൈത്രിക്ക് വേണ്ടി നിലകൊള്ളുന്ന എഴുത്തുകാരനാവുകൊണ്ട് അതൊരു വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. അത് എഴുത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന ചില
പിന്നെ നല്ല അനുഭവങ്ങളിലും ചീത്ത അനുഭവങ്ങളിലെയും പട്ടികയിൽ ചേർത്താൽ മതി. താങ്ക് യു സർ. വെൽക്കം. ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഹലോ സാർ, എൻ്റെ പേര് ശില്പ. പറയൂ. പ്രവാസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആ. പ്രവാസിയുടെ വിരഹവും അതിജീവനവും നമ്മുടെ സാഹിത്യത്തിലും സിനിമയിലും സംഗീതത്തിലും ഒക്കെ ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിജീവനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി നമുക്ക് പ്രവാസത്തെ കാണാൻ സാധിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും അതിജീവനത്തിന് എന്തെല്ലാം സ്വഭാവ വിശേഷങ്ങളാണ് വേണ്ടത് എന്നത് നമ്മൾ പ്രവാസികളിൽ നിന്നാണ് പഠിക്കേണ്ടത്. പലപ്പോഴും ഒരു പ്രവാസി എങ്ങനെയാ ഒരു അന്യരാജ്യത്തെ സംസ്കാരത്തെ അതിജീവിക്കുന്നത്? ഒരു പ്രവാസി, വിശേഷിച്ചും മലയാളികളായിട്ടുള്ള പ്രവാസികൾ അന്യരാജ്യത്ത് വേഗം അലിഞ്ഞു ചേർന്ന് അവരുടെ ഒരു ഭാഗമായി മാറി ജീവിതത്തിന്റെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോകുന്നവരാ. നമുക്കറിയാം, മലയാളികളായിട്ടുള്ള പ്രവാസികൾ എവിടെ ചെന്നാലും, ഞാൻ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ നമ്മളെ മലയാളികളായിട്ടുള്ള പ്രവാസികളുടെ ക്ഷണം സ്വീകരിച്ചു പോയിട്ടുണ്ട്. ഗൾഫിലുള്ള രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അമേരിക്കയിൽ പോയിട്ടുണ്ട്, കനഡയിൽ പോയിട്ടുണ്ട്, യൂറോപ്പിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂർ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് നമ്മളെ പ്രവാസികളായിട്ടുള്ള മലയാളികളൊക്കെ നല്ല സ്ഥാനങ്ങളിലായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ അതിജീവിച്ച് വിജയിക്കുന്നത്? മലയാളിക്കുള്ള ഏറ്റവും വലിയൊരു ഗുണമാണ് അഡപ്റ്റബിലിറ്റി. എവിടെ ചെന്നാലും നമ്മൾ ആ സാഹചര്യമായി ഇഴുകിച്ചേർന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി, അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ശേഷി കാണിക്കും. ഇതാണ് പരഹൃദയജ്ഞാനം എന്നൊക്കെ പറയുന്നത്. സാഹിത്യം ഉണ്ടാക്കുന്ന ഒരു ഗുണമാണിത്. അപ്പൊ സാഹിത്യം അതിജീവനത്തിനുള്ള ശക്തി ഉണ്ടാക്കും. കേരളത്തിന്റെ സാഹിത്യപ്രധാനമായ സംസ്കാരമാണ് മലയാളികളായിട്ടുള്ള പ്രവാസികളെ ഇങ്ങനെ അതിജീവന ശേഷിയുള്ളവരാക്കുന്നത്. അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള മലയാളികളെ നമ്മൾ ഏറ്റവും അധികം ആദരിക്കണം. കാരണം പലപ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോൾ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്കാണ് മലയാള ഭാഷയോട് സംസ്കാരത്തിനോടും കേരളത്തിലുള്ളവരെക്കാൾ സ്നേഹം. കേരളത്തിൽ വന്ന ആളാണ് നമ്മൾ, കേരളത്തിലെത്തിയാൽ നമ്മൾ കുറച്ച് കുശുമ്പും കുന്നായ്മയും പരദൂഷണമൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ മലയാളികൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ ഭാഷയും സാഹിത്യത്തെയും എല്ലാം പരിചരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവര് നമ്മളെ കേരളം കഞ്ഞുടിക്കുന്നത് പുറത്തു വരുന്ന പ്രവാസികളുടെ പൈസ കൊണ്ടാണ്. അപ്പൊ അവരെ നമ്മൾ പ്രത്യേക സ്നേഹത്തോടു കൂടി പരിലാളിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ സാഹിത്യത്തിന്, അവരുടെ എഴുത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് ഞാൻ എപ്പോഴും വാദിക്കുന്ന ആളാണ്. ഇപ്പൊ കേരള സാഹിത്യ അക്കാദമിയിൽ കഴിഞ്ഞ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് 2 സെഷനുകളാണ് പ്രവാസികളുടെ സാഹിത്യ ചർച്ച. പ്രവാസികളെയൊക്കെ വിളിച്ചു വരുത്തിപ്പെടാൻ ഞാൻ കേരള സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പൊ അതിന്റെ മലയാള ഭാഷയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുക. കേന്ദ്ര സർക്കാർ മുഴുവൻ സ്വാധീനം ചെലുത്താത്ത ഇപ്പോഴും സ്വതന്ത്രമായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി. അതിന്റെ എക്സിക്യൂട്ടീവിലുണ്ട്. അതിലും ഞാൻ പ്രവാസികൾക്ക് വേണ്ടി, അവരുടെ സാഹിത്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ആളാണ്. മലയാള യൂണിവേഴ്സിറ്റിയിലും പ്രവാസികളുടെ സാഹിത്യത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ശബ്ദമുയർത്തുന്നതാണ്. താങ്ക് യു സാർ. വെൽക്കം. സർ, അടുത്തതായിട്ട് ഇൻബോക്സിൽ വന്നൊരു ചോദ്യമാണ്. ആ, നവോത്ഥാന കൃതികളും സാമൂഹിക അതിജീവനം എന്ന രീതിയിൽ അതിജീവനവും സാഹിത്യവും എന്ന വിഷയത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലേ? എന്താണ് സാറിന്റെ അഭിപ്രായം? തീർച്ചയായിട്ടും. നവോത്ഥാന സാഹിത്യം, ശരിക്കും നമ്മളെ നവോത്ഥാന കലാസാഹിത്യം എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിന്റെ വലിയൊരു നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കുമാരനാശാനൊക്കെ സ്നേഹത്തെ ഇത്ര വാഴ്ത്തിയത്. ശ്രീനാരായണ ഗുരു അഭേദ ചിന്തയാണ് ഉണ്ടാക്കിയത്. ഭേദമില്ലായ്മയാണ് അദ്ദേഹം ഉദ്ഘോഷിച്ചത്. സാഹിത്യത്തിന്റെ ദൗത്യവും അതാണ്. അതിൽ നിന്നാണ് വലിയ സ്നേഹഗായകനായിട്ട് കുമാരനാശാനൊക്കെ വന്നത്. അത് വലിയൊരു അതിജീവനത്തിലുള്ള പ്രക്രിയയായിരുന്നു. കാരണം നമ്മള് ജാതിയുടെയും വർഗത്തിന്റെയും തൊട്ടുകൂടായ്മയുടെ ഒക്കെ പേരിൽ വിഭജിതമായി നിൽക്കുന്ന സമൂഹം നശിക്കുകയുള്ളൂ. അപ്പോൾ നവോത്ഥാനത്തിന്റെ സംരംഭങ്ങളൊക്കെ തന്നെ കേരള സമൂഹത്തിന്റെ അതിജീവനത്തിന് ഉതകുന്നതായിരുന്നു.
ഏത് കാലത്തും നമുക്ക് നവോത്ഥാന സാഹിത്യമാണെങ്കിലും പുരോഗമന സാഹിത്യമാണെങ്കിലൊക്കെ അതിജീവനത്തിന് സഹായിക്കുന്നതാണ്. ഇതേപോലെ ഇന്നത്തെ അതിജീവനത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിന്റെ അതിജീവനത്തിന്റെ ആയിട്ടുള്ള പുതിയ ചില പ്രതിഭാസങ്ങൾ വന്നിരിക്കുന്നു. അപ്പോഴും പണ്ടത്തെ പോലെ തന്നെ നമുക്ക് സമൂഹത്തിന്റെ അതിജീവനത്തിന് സാഹിത്യത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. കുമാരനാശാനൊക്കെ സ്നേഹഗായകനായത് എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടേ മനുഷ്യന്റെ സമൂഹത്തിന് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹസാരമിഹ ഏകമാം. ഞാൻ പെട്ടെന്ന് വരി മറന്നുപോയി. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു, സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം. ഇങ്ങനെ സ്നേഹത്തെ പറ്റിയിട്ടുള്ള എത്രയോ ഗീതങ്ങള്, കവിതകള് നവോത്ഥാന കാല സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രേമസംഗീതം ഉള്ളൂരിന്റെ ഒരൊറ്റ മതമണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം എന്നാണ് പറയുന്നത്. ഇത്തിരി സ്നേഹമല്ലോ മനുഷ്യന് മഹാധനം എന്ന് അയ്യപ്പപ്പണിക്കര് പറയുന്നു. നേരത്തെ പറഞ്ഞു സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹസാഹമിത സത്യമേകമാം. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ആദ്യം പറയുന്നത് തെറ്റിപ്പോയി. അപ്പൊ ഇങ്ങനെയുള്ള സ്നേഹത്തെ സംബന്ധിക്കുന്ന അവരന്റെ വിഷമത്തെ പരിഗണിക്കേണ്ടതായിട്ടുള്ള എത്രയോ വരികള് സത്യത്തിൽ നവോത്ഥാന കാല സാഹിത്യത്തിൽ എഴുത്തുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അന്നത്തെ സമൂഹത്തിന്റെ അതിജീവനത്തിന് ഉതകുന്നതായിരുന്നു. താങ്ക് യു സർ. വെൽക്കം. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ലെന്ന് വിശ്വസിക്കുന്നു. സമയം അതിക്രമിച്ചതിനാൽ നമുക്ക് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം. ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുവാനായി ബഹുമാനപ്പെട്ട പ്രോഗ്രാം കോർഡിനേറ്റർ ലേഖ ടീച്ചറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം സർ. വളരെ സന്തോഷം സാറിന്റെ സംസാരം കേട്ടിരിക്കാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. വളരെ നന്നായിരുന്നല്ല, നല്ല സന്തോഷമാണ് സാറിന്റെ സംസാരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ. ശരിക്കും നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കേൾക്കുമ്പോൾ ഉള്ള ഒരു പദങ്ങൾ അതിജീവനവും സാഹിത്യവും. അപ്പം ചെറിയൊരു വൈരുദ്ധ്യം തോന്നാറുണ്ട് എങ്കിലും വളരെ നല്ല ഉദാഹരണങ്ങളിലൂടെ വളരെ വ്യക്തമായ രീതിയിൽ രണ്ടും കോർത്തിണക്കി താങ്കൾ സംസാരിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒപ്പം അതിൽ പറഞ്ഞ ചെറിയ ചെറിയ കോട്ടുകള്, അതായത് നമ്മൾ പ്രകൃതിയിലെ അധിപന്മാരല്ല, അതിഥികളാണ്. ശരിക്കും വളരെ അർത്ഥവത്തായ വാക്കുകൾ. കുറച്ചു സമയം നമ്മൾ ഇവിടെ അതിഥികളായി വന്നു പോകുന്നതിനിടയിൽ നമ്മൾ കണ്ടുമുട്ടുന്നു, ജീവിക്കുന്നു. അപ്പോഴാ പ്രകൃതിയെയും മനുഷ്യനും തമ്മിലുള്ള സംരക്ഷണത്തിന്റെയും ആവശ്യകതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഈ അതിജീവനവും സാഹിത്യം എന്ന് പറയുന്നത്. ശരിക്കും അതിനനുയോജ്യമായ പദമായിരുന്നു, വാക്കുകളായിരുന്നു അങ്ങയുടേത്. അതോടൊപ്പം തന്നെ കലയില്ലാത്തിടത്ത് കലാപമുണ്ടാകും എന്ന് പറഞ്ഞത്, അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെയൊക്കെ നൈർമല്യമുള്ളതാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാവങ്ങൾ വിത്തുപാകുന്ന ഒരു കലാരൂപം തന്നെയാണ് സാഹിത്യം അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത്. അതൊന്നും ഇല്ലാത്ത മനുഷ്യ മനസ്സ് മുരടിച്ചു പോവും. അങ്ങനെയുള്ളിടത്തായിരിക്കും എപ്പോഴും ഈ പറയുന്ന സംഘർഷങ്ങൾക്ക് ഇടയാവുക. അങ്ങനെ ഉള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് വളരെ അർത്ഥവത്തായ രീതിയിൽ, എന്നാൽ അതിനിടയിലൂടെ നമ്മൾ അധ്യാപകർക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹത്തിന് തന്നെ നല്ല നല്ല മെസ്സേജുകൾ അങ്ങയുടെ വാക്കിലൂടെ കുറച്ച് സമയത്തിൽ ഞങ്ങളോട് പകർന്നു തന്നു. ഓൺലൈനിലൂടെ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങയുടെ ഈ വാക്കുകൾ ഇവിടെ കൊണ്ട് നിർത്തുന്നത്. കാരണം നമുക്കറിയാം നെറ്റിന്റെയൊക്കെ ഇഷ്യൂ വരുമ്പോഴും മഴയൊക്കെ ആകുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. ശരിക്കും ഒരുപാട് സമയം തങ്ങളോട് സമ്മതിച്ചിരിക്കാനും സംസാരം കേൾക്കാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. വളരെ തിരക്കേറിയ സമയത്തിനിടയിലും ഞങ്ങളുടെ കുന്നം ഫാമിലിയുടെ ഭാഗമായി തീരാൻ കാണിച്ച സന്മനസ്സിനും ഒപ്പം അങ്ങയുടെ നല്ല വാക്കുകൾക്കും KFLന്റെ പേരിലും കുന്നം ഫാമിലിയുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു.
ഒപ്പം ഈ ഒരു മീറ്റിങ്ങിലെ തുടക്കം മുതലേ ഉള്ള ആ അംഗസംഖ്യ അത് കുറയാതെ തന്നെ കുറയാതിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം സാറിന്റെ വാക്കുകളൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആരൊക്കെ ഇതിൽ പങ്കെടുത്തോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സന്തോഷം. എല്ലാവർക്കും സന്തോഷം സാറേ. ശരി.